ഇപ്പോൾ നിസാർ കുന്നംകുളത്തുങ്കൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. IYC ഇന്റർനാഷണൽ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. ശ്രീ നിസാർ, പശ്ചിമേഷ്യയിലെ സംഘർഷ വാർത്തകൾ വരുമ്പോൾ ഖത്തറിലെ പൊതുവായ അവസ്ഥ മലയാളികളേറെയുള്ള ഇടം കൂടിയാണല്ലോ. അവിടെ ഉണ്ടാവുന്ന ഇറാൻ്റെ ചില നീക്കങ്ങൾ ആശങ്കപ്പെടുന്നു എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ. എങ്ങനെയാണ് നമ്മുടെ മലയാളികളൊക്കെ താമസിക്കുന്ന മേഖലയിൽ എന്തെങ്കിലും ആശങ്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രാദേശിക വിവരങ്ങൾ എങ്ങനെയാണ്? നമസ്കാരം. ഇവിടെ ഞാൻ ഖത്തറിലല്ല, ബഹ്റൈനിലാണ്. ഇവിടെ കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ഞങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ് തുടരുന്നത്. സംഘർഷം ചില സമയങ്ങളിൽ ഇത് അവസാനിക്കും, ചില സമയങ്ങളിൽ കരാറുണ്ടാവും, അല്ലാത്ത സമയങ്ങളിൽ ഇപ്പം പ്രത്യേകിച്ച് അങ്ങനെ പേടിപ്പെടുത്തേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് നിങ്ങൾ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത ന്യൂസ് കൊടുത്തിട്ട് പിന്നെ ജനങ്ങളെ പേടിപ്പിച്ച് അവർ നമ്മളെ വിളിച്ച് പിന്നെ പരിഭ്രാന്തരായിട്ട് വിളിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അറ്റാക്കുകൾ ഉണ്ടാവുന്നുണ്ട്, ഈ ഡ്രോൺ അറ്റാക്കുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് അമേരിക്കൻ ബേസിന് നേരെയാണ്. പക്ഷേ അതുകൊണ്ട് സാധാരണക്കാർക്ക് ജനജീവിതത്തെ ബാധിക്കുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ബഹ്റൈൻ സർക്കാർ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഇൻ്റർസെപ്ഷൻ പ്രതിരോധം തീർക്കുന്നുണ്ട്. എയർപോർട്ടുകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ഓപ്പണായിട്ട് തന്നെയാണ്, സാധാരണ രീതിയിൽ തന്നെയാണ് ജനങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ ഈ ന്യൂസ് കൊണ്ട് ആൾക്കാർ പരിഭ്രാന്തരാകുന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഇല്ല. പൊതുവിൽ ഞങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യം, പശ്ചിമേഷ്യ പൊതുവിൽ നമുക്കെല്ലാം സമാധാനം വരുന്നു, അവിടെ അവസാനിക്കുന്നു എന്നതായിരുന്നു സാഹചര്യം. പക്ഷേ അടുത്ത ദിവസങ്ങളിലുണ്ടായ നീക്കം അതല്ല, മറ്റ് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ മലയാളി മേഖലകളിൽ എന്തെങ്കിലും ആശങ്ക ഉണ്ടാകുന്നു എന്ന സാഹചര്യം ഉണ്ടായത്. ഈ അമേരിക്കൻ ബേസുകൾക്ക് നേരെ ആക്രമണം നടക്കുമ്പോഴും അതൊന്നും പബ്ലിക്കിനെ ഒരു തരത്തിലും ബാധിക്കാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആ മേഖലകളിലുണ്ട്. അതുതന്നെയാണ് നമുക്ക് അവിടെ താമസിക്കുന്നവർക്കൊരു കൂടുതൽ സുരക്ഷിത ബോധം. സർക്കാരുകൾ ഗവൺമെന്റ് അതിൻ്റെതായിട്ടുള്ള പ്രതിരോധം കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്, അലർട്ടുകൾ കൊടുക്കുന്നുണ്ട്. ജനങ്ങൾ ആ സമയത്ത് പുറത്തിറങ്ങരുത് എന്നുള്ള അപായ സൂചനകൾ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ക്ലിയർ ആയി എന്നുള്ള ഓൾ ക്ലിയർ മെസ്സേജുകൾ വരുന്നുണ്ട്. ആ രീതിയിലാണ് പോകുന്നത്. വേറെ ജനജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളും ഇവിടെ തൽക്കാലം ഇപ്പൊ നടക്കുന്നില്ല. നിങ്ങൾ ഈ രീതിയിൽ ചർച്ച ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, ഓക്കെ. എന്തായാലും അവിടെ പ്രശ്നങ്ങളില്ല, അതാണ് നിസാർ പറയുന്ന കാര്യം. എന്തായാലും പശ്ചിമേഷ്യ കഴിഞ്ഞൊരു 2 മാസങ്ങളായിട്ട് ഞങ്ങളൊക്കെ ഇതിലൂടെ തന്നെയാണ് ജീവിച്ചു പോരുന്നത്. ചില സമയങ്ങളിൽ ഇത് വെടിനിർത്തലുണ്ടാവും, ചില സമയങ്ങളിൽ പിന്നെ അത് ലംഘിക്കും. അപ്പോൾ ആ സമയത്ത് ഇവിടെ അമേരിക്ക ഇറാനെ ആക്രമിക്കുമ്പോൾ അതിന് തിരിച്ചടിയായിട്ട് അമേരിക്കൻ ബേസുകൾ നിലനിൽക്കുന്ന സ്ഥലങ്ങൾ എന്നുള്ള രീതിയിൽ ബഹ്റൈനും കുവൈത്തും മറ്റു രാജ്യങ്ങളൊക്കെ അവരെ ആക്രമിക്കും. പക്ഷെ അതിലൂടെ തന്നെയാണ് ഞങ്ങളൊക്കെ ജീവിച്ചു പോരുന്നത്. അത് ഞങ്ങളുടെ ജനജീവിതത്തെ ബാധിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഇവിടുത്തെ സർക്കാരുകൾ എടുക്കുന്നുണ്ട്. അത് ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ബേസുകൾക്ക് നേരെയാണ് ആക്രമണം. സാധാരണ ജനങ്ങൾ ജീവിക്കുന്ന മേഖലകളിലോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പരിഭ്രാന്തിയും നിലവിലില്ല. ശരി, വളരെ നന്ദി ശ്രീ നിസാർ. എന്തായാലും മലയാളികൾ നാട്ടിലുള്ള അടക്കമുള്ള ഒരു ഇൻഫർമേഷനാണ്. ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യവും നിലവിലൊന്നും ഉണ്ടായിട്ടില്ല. മലയാളികൾ മേഖലകളിൽ എന്തുണ്ടായാലും അത് ആ എയർ ബേസുകൾക്ക് നേരെയാണ് സംഭവിക്കുന്നത്. അതിനപ്പുറം ജനങ്ങളുമായി നേരിട്ട് ബാധിക്കുന്ന ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. ഇതാണ് നിസാറും അവിടെ നിന്ന് വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.